നമ്മൾ കഴിഞ്ഞ ദിവസം 42-ാമത്തെ മന്ത്രത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും കടന്നില്ല. അതുകൊണ്ട് ഇന്ന് നേരിട്ട് 42-ാമത്തെ മന്ത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏതാണ്ട് 65 പ്രഭാഷണങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ 42 മന്ത്രങ്ങളെ ആയിട്ടുള്ളൂ അദ്വൈതാനുഭൂതിയുടെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഇത്രയും താമസം വരുന്നത് ഓരോരുത്തരെയും അവരവരിലെ ഞാൻ ഭാവത്തിൽ നിന്ന് വിടർത്തി തന്നിൽ തന്നെയുള്ള ആ സാക്ഷാൽ സ്വരൂപത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നിസ്സാരമായിട്ട് നേടാമെന്നുള്ളതാണ്. അത് വളരെ ഗൗരവപൂർവം കണക്കിലെടുത്ത് കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യ ശരീരത്തിൽ വെച്ച് ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുൻപ് നേടേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം ഇതുമാത്രമാണ്. വേറൊന്നും സത്യമല്ല. വേറെ എല്ലാം അസത്യം, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്, ഉള്ളതേ അല്ല. നമ്മൾ ദിവസവും രാവിലെ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നൊക്കെ പറയുന്നു, കാണുന്നു. ശരിയാണോ? സൂര്യൻ കിഴക്കുദിക്കുന്നുണ്ടോ? പടിഞ്ഞാറ് അസ്തമിക്കുന്നുണ്ടോ? ഇല്ലേ ഇല്ല. ഭൂമി കറങ്ങുന്നത് കൊണ്ട് സൂര്യൻ ഉദിക്കുന്നതായിട്ട് കാണപ്പെടുന്നു, സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. അല്ലാതെ സൂര്യൻ ഉദിക്കുന്നുമില്ല, സൂര്യൻ അസ്തമിക്കുന്നുമില്ല. സൂര്യൻ എപ്പോഴും ആകാശത്തിൽ പ്രകാശിച്ചു നിൽക്കുകയാണ്. നമുക്ക് ഉപാധിയുടെ കറക്കം കൊണ്ട്, ഭൂമിയുടെ കറക്കം കൊണ്ട് സൂര്യൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും കാണപ്പെടുന്നു. അതുപോലെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ സത്യസ്വരൂപമാകുന്ന സൂര്യൻ നിരന്തരമായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൃദാകാശേ ചിദാദിത്യ സദാ ഭാസതി ഭാസതി ന ഉദേതി ന അസ്തമേതി. അത് ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ആത്മസൂര്യൻ, ചിത് സൂര്യൻ സദാ പ്രകാശിച്ചു നിൽക്കുന്നു. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും അതിനെ കാണാതെ കാണണം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് മനസ്സിലാക്കി ഓരോരുത്തരും സ്വയം ഡിക്ലെയർ ചെയ്യണം, ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ആ നാമരൂപധാരിയായ എന്നിലെ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപം, ആ സാക്ഷി ചൈതന്യം ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ ശരീരത്തിൽ മാത്രമല്ല. ആ ബോധത്തിലേക്ക് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടുന്നാ ഉയരുന്നത്? ഞാൻ ഭാവത്തിൽ നിന്ന് പരിമിതമായ പ്രതിബിംബ രൂപത്തിൽ ഓരോരുത്തരിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന നാമരൂപധാരിയായ ഞാനിൽ നിന്ന് നിങ്ങൾ ഉയർന്ന് നാമരൂപരഹിതമായി ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് ഈ ശരീരത്തിലും സർവ്വ ശരീരങ്ങളിൽ കൂടിയും പ്രകാശിച്ചുകൊണ്ട് കടന്നു പോകുന്ന ആ പരമാത്മ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് അറിഞ്ഞ് ഏതൊരാളാണോ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ തൻ്റെ ശ്രദ്ധയെ ഈ നാമരൂപധാരിയായ ഞാനിൽ നിന്ന് മാറ്റി അറിവിലൂടെ, തിരിച്ചറിവിലൂടെ സ്വയം ബോധിച്ച്, ഒരാൾ പറയുന്നത് കേട്ടല്ല, നിങ്ങൾ സ്വയം ബോധിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഈ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിലും നിങ്ങൾ ഓരോരുത്തരിലും സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം ഇപ്പോൾ അത് ജാഗ്രത അവസ്ഥയിൽ ശ്രോതാവായിട്ട് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു.
കർത്താവായിട്ടും ശ്രോതാവായിട്ടും ഭോക്താവായിട്ടും ഒക്കെ ഞാൻ ഭാവത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സാക്ഷിഭാവത്തിലിരിക്കുന്ന ആ ചൈതന്യത്തിൻ്റെ പ്രതിബിംബം മാത്രം. അതാണ് നിങ്ങളിലെ ഞാൻ. ആ ഞാൻ ഭാവത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഞാൻ ഭാവമെന്ന് പറയുന്നത് ഉള്ളതേ അല്ല. ഏത് പ്രകാരമാണ് ഉള്ളതായിരിക്കുന്നത്? സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് അതിൻ്റെ അസ്തിത്വനില. അത് ഉണ്മയല്ല, അത് സത്യമല്ല. നിങ്ങളിലെ ഞാൻ സത്യമേ അല്ല. ആ ഞാനാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാരബ്ധാനുസാരം ഓരോ ശരീരത്തിലും നാം ജനിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ട് ആ ഞാൻ അജ്ഞാനവുമായിട്ട് കൂടിക്കലർന്ന് തൻ്റെ സ്വരൂപത്തിൽ നിന്ന് മാറി ഞാൻ ഭാവത്തിൽ അജ്ഞാന നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രാരബ്ധം തീരുന്ന അവസരത്തിൽ അതേ നിലയിൽ തന്നെ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകേണ്ടി വരുന്നു. അതേ നിലയിൽ തന്നെ വിട്ടുപോകേണ്ടി വരുന്നത് കൊണ്ടാണ് വീണ്ടും ജനിക്കേണ്ടി വരുന്നത്. അതേ നിലയിൽ, അജ്ഞാന നിലയിൽ. ആ അജ്ഞാന നിലയിൽ നിന്ന് ഓരോരുത്തരും തന്നെ മോചിപ്പിക്കണം. എങ്ങനെയാണ് മോചിപ്പിക്കേണ്ടത്? ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ നാമരൂപധാരിയായ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സാക്ഷിഭാവത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപം, ആ സാക്ഷി സ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, അതായത് എന്നിലെ താൻ. ഈ അറിവിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും ഉണരേണ്ടത്. ഉണർന്നിരിക്കണം. അതിനുവേണ്ടി ഇതേ കാര്യം ഇപ്പം ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കും? 1000 പ്രാവശ്യമെങ്കിലും ഈ 60 പ്രഭാഷണങ്ങളിൽ കൂടെയും പറഞ്ഞിട്ടുണ്ടാവും. 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. എങ്കിലും എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് മടുപ്പ് തോന്നാത്തത്? ആ അറിവിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഉണരണം, ഉയരണം, സ്ഥിതി നേടണം. അതാണ് മോക്ഷനില. നമ്മുടെ പ്രഭാഷണം കേട്ട് കമൻറ്റുകൾ എഴുതിയ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നു ഒരാൾ, ഞാൻ ഏകാദശി വ്രതം നോക്കുന്നത് സ്വാമി പറയുന്ന ആ മോക്ഷ നിലയിലേക്ക് എത്താൻ വേണ്ടിയാണ്. ഞാൻ ഏകാദശി വ്രതമൊക്കെ നോക്കുന്നത്. അതിൻ്റെ മറുപടി എഴുതിയിട്ട് അതിനകത്ത് വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യവും മറുപടി എഴുതിയിട്ടും വന്നിട്ടില്ല. ഈ പ്രാവശ്യവും മറുപടി എഴുതിയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ആരോ ഏകാദശി വ്രതം നോറ്റാൽ മോക്ഷം കിട്ടും എന്ന ഭാവത്തിലിരിക്കുന്ന ആരോ ഇതിനിടയ്ക്ക് ഇരുന്ന് അതിനെ തടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മറുപടി എഴുതിയിരുന്നത് എന്താണ്? നിങ്ങൾ ഏകാദശി വ്രതം നോക്കുന്നത് കൊണ്ടോ പൂജാദികൾ നടത്തുന്നത് കൊണ്ടോ മന്ത്രജപാദികൾ ചെയ്യുന്നത് കൊണ്ടോ മോക്ഷം കിട്ടുകയില്ല എന്ന് എഴുതിയത് 2 പ്രാവശ്യമായിട്ട് മറുപടി എഴുതിയിട്ട് ആ മറുപടി അതിൽ വന്നിട്ടില്ല. കാരണം എന്താ? ആരോ ഒരാൾ ഏകാദശി വ്രതം നോക്കുന്ന ആൾ അതിനകത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് വരാത്തത്. നിങ്ങൾ ഏതൊരു തരത്തിലുള്ള വ്രതം നോക്കിയാലും മോക്ഷം കിട്ടുകയില്ല. ഏത് ദേവനെ പൂജിച്ചാലും മോക്ഷം കിട്ടുകയില്ല. ഏത് മന്ത്രം ജപിച്ചാലും മോക്ഷം കിട്ടുകയില്ല. സ്വാമി സോഹം മന്ത്രം ജപിക്കാൻ പറയുന്നുണ്ടല്ലോ, അതേതെങ്കിലും ദേവനെ ഉദ്ദേശിച്ച് ചെയ്യുന്ന മന്ത്രമല്ല. സോഹം ദാ സഹ അഹം, എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. സഹ അഹം, അതാണ് സോഹം, ഞാൻ അതാകുന്നു. അതാണ് വേദം ഉദ്ഘോഷിക്കുന്നത്. എന്താ? ഉപനിഷത്ത്, ഛാന്തോഗ്യ ഉപനിഷത്ത്, സാമവേദം. എന്താ? തത് ത്വമസി, നീ അതാകുന്നു. ഇതാണ് അറിവ്. ഇത്രയേ ഉള്ളൂ അറിവ്. 4 വേദങ്ങൾ കൂടെയും കാച്ചി കുറുക്കി എടുത്താൽ കിട്ടേണ്ടതായിട്ടുള്ള അറിവ് ഈ 2 വാക്കുകളിൽ തീർന്നു. തത് ത്വമസി, നീ അതാകുന്നു.
അത് ഏതാണ്? അതാണ് ഇവിടെ ഇതുവരെ പറഞ്ഞത്. അത് ഏതാണ്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. ഇത് തിരിച്ചറിഞ്ഞ് ഏതൊരാളാണോ ഈ ജീവിതത്തിൽ മരിക്കുന്നതിന് മുൻപ്, ഏതു നിമിഷവും മരണം പിടികൂടാം, ഏതു നിമിഷവും ഇപ്പം തന്നെ വേണമെങ്കിൽ പിടികൂടാം. സ്വാമിയുടെ ആയുസ് ഇപ്പോഴാണ് തീരുന്നത് എങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ പറയുന്നതിനിടയ്ക്ക് വാ വളർന്നു പോകും. ഏതോ ഒരാൾ ഇതുപോലെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ MN വിജയൻ അല്ലേ, MN വിജയൻ ഇതുപോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വള്ളത്തോളിൻ്റെ ഏതോ ഒരു ശ്ലോക ഭാഗം എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ സ്റ്റേജിൽ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിൽ മറിഞ്ഞു വീഴുന്നു, മരിക്കുന്നു. എന്താ കാരണം? സമയം തീർന്നു. അതാരായാലും, അതെത്ര ദിവ്യനായാലും, ഏത് സ്വാമിയാണെങ്കിലും, ഏത് ശങ്കരാചാര്യ സ്വാമി ആയാലും, ഏത് മതത്തിലോ ഏത് ജാതിയിലോ പെട്ട ഏത് പുണ്യവാനായിരുന്നാലും അവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീരുന്ന സമയത്ത് കൃത്യമായിട്ടും ആ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞിരിക്കും. ആ സത്തായ വസ്തു ശരീരത്തിൽ നിന്ന് വിട്ടുപോയിരിക്കും, സത്ത് പോയിരിക്കും. അതാണ് ചത്തുപോകൽ. അങ്ങനെ ചത്തുപോകുന്നതിന് മുൻപ് ഈ ശരീരത്തിൽ വച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നേടാവുന്ന മഹത്തായ ഒരു കാര്യമാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അറിവ്. എന്താ മോക്ഷം? എന്താ മോക്ഷം? ഇനി ജന്മമെടുക്കരുത്, ഇനി ജന്മമുണ്ടാകരുത്. ഇനി ജന്മമുണ്ടായാൽ ഏത് ശരീരത്തിലേക്കാണ് പോകുന്നത്? ഇതപര്യന്തം ഏതെല്ലാം ശരീരങ്ങളിൽ വെച്ച് നാം എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം അനുഭവിക്കേണ്ടതായിട്ടുള്ള ഫലങ്ങൾ ചുമക്കാനുള്ളത് നമ്മുടെ ഉള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് സഞ്ചിത കർമ്മം. അതും ചുമന്നുകൊണ്ടാണ് നമ്മൾ ഈ ശരീരം വിട്ടുപോകുന്നത്. അടുത്ത ശരീരത്തിലേക്ക് ജനിക്കുമ്പോഴും അതും കൊണ്ടാണ് വരുന്നത്. അതിനൊരു മാറ്റവും വരത്തില്ല. അതിൽ നിന്ന് പ്രാരബ്ധാനുസാരം ആ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ളത് അനുവദിച്ചിരിക്കുന്നു. ചെക്ക് എഴുതി കൊടുക്കുന്നത് പോലെ. ബാങ്കിൽ അക്കൗണ്ടിൽ ഒരു 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാളിന് 2 ലക്ഷം രൂപ ചെക്ക് എഴുതി കൊടുത്താൽ 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ കിടക്കുന്നതിൽ നിന്ന് 2 ലക്ഷം രൂപ മാറിയെടുക്കാം. ബാക്കി 8 ലക്ഷം രൂപ അവിടെ കിടക്കും. അതുപോലെ സഞ്ചിത കർമ്മം അതവിടെ തന്നെ കിടക്കും. അതുപോലെ ഈ ജന്മത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ളത് ചെക്കെഴുതി പാസ്സാക്കി വിട്ടിരിക്കുന്നത് പോലെ അത് ജനനം മുതൽ മരണം വരെ അനുഭവിച്ചു തീർക്കും. ബാക്കിയുള്ളത് നമ്മുടെ സഞ്ചിത കർമ്മത്തിൽ കിടക്കുകയാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അറിവിലൂടെ ഏതൊരാളാണോ തന്നെ ഈ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ജനിമൃതികളിലൂടെ ഫുൾ സ്റ്റോപ്പില്ലാതെ അനുസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവിത പ്രയാണത്തിൽ നിന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള അവസരം മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടുമ്പോൾ ആരാണോ നിർവഹിക്കപ്പെടാതിരിക്കുന്നത് അവർ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും ജനിമൃതികളിലൂടെ. എല്ലാം മനുഷ്യ ശരീരത്തിൽ തന്നെ ആയിരിക്കില്ല. ഈ ശരീരത്തിൽ നിന്ന് ജനിച്ച് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത മനുഷ്യ ശരീരം കിട്ടുമെന്നൊന്നും വിചാരിച്ച് കളയരുത്. ആ പട്ടിയായിട്ടും പൂച്ചയായിട്ടും കൃമിയായിട്ടും കീടമായിട്ടും എത്ര 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 ശരീരങ്ങളിൽ കൂടി മാറി 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 ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങൾ മുഴുവനും ആ ശരീരങ്ങളിൽ കൂടി അനുഭവിച്ച് തീർത്തിട്ടല്ലാതെ പിന്നെ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ജന്മം കിട്ടുകയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആനയെ കണ്ടു, തുമ്പിക്കൈയില്ല, കുട്ടിയാന. ഫേസ്ബുക്കിൽ കണ്ടതാണ്. അമ്മയുടെ കൂടെ നടന്നു വരുന്ന കുട്ടിയാന ഇവിടെ വച്ച് എങ്ങനെയോ പോയിരിക്കുന്നു.
അപകടത്തിൽപ്പെട്ട് പോയതായിരിക്കാം. എന്തായാലും തുമ്പിക്കൈയില്ല. അതെങ്ങനെ ജീവിക്കും? എങ്ങനെ ആഹാരം കഴിക്കും? ആലോചിച്ച് നോക്കൂ. മനുഷ്യ മൃഗത്തിൻ്റെ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം, മനുഷ്യ ശരീരത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള ക്രൂര കർമ്മങ്ങളുടെ ഫലം മൃഗങ്ങളുടെ ശരീരങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പോലും നാം അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ക്രൂരകർമ്മങ്ങളും ചെയ്യാതിരിക്കുക, നിന്ദ്യകർമ്മങ്ങളും ചെയ്യാതിരിക്കുക, കഴിയുന്നിടത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യുക. ആ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം 10 ഇരട്ടി തൂക്കത്തിൽ നിങ്ങൾക്ക് തന്നെ വന്നു ചേരും, വേറൊരിടത്തോട്ടും പോവില്ല. അതാണ് സഞ്ചിത കർമ്മം. പഞ്ചദശിയിൽ വിദ്യാരണ്യസ്വാമികൾ പറയുന്നു, മുക്തിസ്തു ബ്രഹ്മതത്വസ്യ ജ്ഞാനാദേവ ന ച അന്യഥ. മറ്റൊരു തരത്തിലും കിട്ടുകയില്ല. മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ജന്മമില്ലാതിരിക്കുന്ന അവസ്ഥ, ദാറ്റ് ഈസ് മോക്ഷം. ഇനി ജനിക്കരുത്. ജനിക്കാതിരിക്കണമെങ്കിൽ എന്താ മാർഗം? ഉണ്ടോ? മാർഗം ഉണ്ടല്ലോ. അതല്ലേ നമ്മൾ നിരന്തരം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ മാർഗം? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, പിന്നെ ആരാ? എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ടിരിക്കുന്ന ആ ചൈതന്യം, ആ ബോധസ്വരൂപം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി സ്വരൂപം, ആ ബോധസ്വരൂപം, ആ ചൈതന്യ സ്വരൂപം, ആ സച്ചിദാനന്ദ സ്വരൂപം, അതിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. മായയാകുന്ന ഉപാധിയോടുകൂടി ആ ചൈതന്യ സ്വരൂപം ഇരിക്കുമ്പോൾ അതിനെ ഈശ്വരൻ എന്ന് പറയുന്നു. അജ്ഞാനമാകുന്ന ഉപാധിയോടുകൂടി ആ ചൈതന്യ സ്വരൂപം ഇരിക്കുമ്പോൾ അതിനെ ജീവൻ എന്ന് പറയുന്നു. അതാണ് ജീവനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം. ഈ ഉപാധിരഹിതമാകുമ്പോൾ അത് ശുദ്ധബ്രഹ്മം. ആ ശുദ്ധബ്രഹ്മമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഞാൻ പറഞ്ഞ ആ സാക്ഷി സ്വരൂപമായിട്ടിരിക്കുന്നത്. ജാഗ്രത അവസ്ഥയിൽ ശ്രോതാവായിട്ടിരിക്കുന്ന ആ വിശ്വനെയും കണ്ടുകൊണ്ട് ആ സാക്ഷി സ്വരൂപം എൻ്റെ ഉള്ളിലിരിക്കുന്നു. എൻ്റെ ശരീരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്നെയും കണ്ടുകൊണ്ട് ആ സാക്ഷി സ്വരൂപം ശാന്തമായിട്ട് എൻ്റെ ഉള്ളിൽ സാക്ഷിഭാവത്തിലിരിക്കുന്നു. ഞാൻ സ്വപ്നം ഉറങ്ങുന്ന അവസരത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വപ്നത്തിലുള്ളവൻ ആരാണ്? തൈജസൻ, തേജോമയൻ. ജാഗ്രതയിലുള്ള ആ അനുഭവസ്ഥൻ്റെ പേരെന്താണ്? വിശ്വൻ. കേട്ടുകൊണ്ടിരിക്കുന്നവൻ വിശ്വൻ, സംസാരിച്ചു കൊണ്ടിരിക്കുന്നവൻ വിശ്വൻ, നടന്നുകൊണ്ടിരിക്കുന്നവൻ വിശ്വൻ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ വിശ്വൻ. എല്ലാവരും, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആ അഭിമാനി, ജാഗ്രത അഭിമാനി വിശ്വൻ. ഉറക്കത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വപ്നാഭിമാനി തൈജസൻ, തേജോമയൻ. ആരാ തൈജസൻ? ആ സാക്ഷി സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്നിലെ താൻ, എന്നിലെ ഞാൻ അഭിമാനി, എന്നിലെ താൻ സാക്ഷി. ജാഗ്രത അവസ്ഥയ്ക്കും സാക്ഷി, സ്വപ്നാവസ്ഥയ്ക്കും സാക്ഷി, സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷി. ഗാഠനിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ ആ ഉറങ്ങിക്കിടക്കുന്ന എന്നെയും കണ്ടുകൊണ്ട് ആ സാക്ഷി ചൈതന്യം ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നു. അതിന് വിദ്യാരണ്യസ്വാമികൾ പറഞ്ഞ ഉദാഹരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു ഇല്ലേ? നൃത്യശാല സ്ഥിതോ ദീപ. നൃത്തശാലയിൽ
നൃത്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കഥകളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആട്ടവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. ആ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആട്ടവിളക്ക് അവിടെ കളിക്കുന്ന കളിക്കാരെയും പാടുന്ന പാട്ടുകാരെയും മേളക്കാരെയും കാണികളെയും അത് നടത്തുന്ന ആളുകളെയും ഒക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ പ്രകാശം, ആ ആട്ടവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഇപ്പോഴാണ് ബൾബൊക്കെ വന്നത്. നേരത്തെ ഈ ആട്ടവിളക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾക്കറിയാം, പണ്ട് കാലത്ത് നമ്മൾ ഉത്സവപ്പറമ്പിൽ പോയാൽ കഥകളിയൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഈ വിളക്ക് മാത്രമേ കാണൂ. ആ വിളക്കിൻ്റെ മൂട്ടിലിരുന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. കഥകളി തീർന്നു, മേളക്കാർ പോയി, കളിക്കാർ പോയി, ശ്രോതാക്കൾ പോയി, നടത്തിയ ആൾ പോയി, അപ്പോഴും ആ ദീപം അവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. നേരത്തെ ഉള്ളത് ആ ഭാവം സർവഭാവങ്ങളെയും സർവരുടെ ഭാവങ്ങളെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരുന്നു. ഭാവസാക്ഷി. എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ അഭാവം, ഭാവത്തിനും സാക്ഷി അഭാവത്തിനും സാക്ഷി, ഭാവാഭാവ സാക്ഷി. ആര്? ആ ചൈതന്യ സ്വരൂപം എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. എവിടെയോ ഉണ്ട്, ജ്ഞാതൃജ്ഞാന ജ്ഞേയാനാം ആവിർഭാവ തിരോഭാവജ്ഞാത സ്വയം ആവിർഭാവ രഹിത സാക്ഷി. ജ്ഞാതാവിനും ജ്ഞേയത്തിനും ജ്ഞാനത്തിനും ഒക്കെ സാക്ഷിയായിരിക്കുന്ന, അവയുടെ ആവിർഭാവത്തിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം സ്വയം ആവിർഭാവ തിരോഭാവ രഹിത സാക്ഷി. ആ സാക്ഷി ചൈതന്യം എവിടെ? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. അതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ബോധിച്ച് അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആരാണോ സ്വയം പ്രഖ്യാപിക്കുന്നത്. എങ്ങനെയാണ് പ്രഖ്യാപിക്കേണ്ടത്? ഞാൻ ഈ കുട്ടപ്പനല്ല, ഈ ഗോമതിയല്ല, ഈ ഹിന്ദു അല്ല, ഈ ക്രിസ്ത്യാനിയല്ല, ഈ മുസൽമാനല്ല, ഞാൻ നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപം. അതാണ് വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. എന്താ? ജാതി നീതി കുല ഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി. അതാണ് നീ, അതാണ് നിങ്ങൾ. കേട്ട് നിങ്ങൾ സ്വയം ബോധിച്ച് നിങ്ങൾ സ്വയം പറയണം, അതാണ് ഞാൻ, ഐ എം ദാറ്റ്. നിസർഗദത്തിൻ്റെ പുസ്തകമാണ്, പുസ്തകത്തിൻ്റെ പേരാണ്. സാക്ഷാത്കാരം നേടിയ ആളാണ്. ഐ എം ദാറ്റ്. അങ്ങനെ സാക്ഷാത്കാരം നേടിയ ആളുകൾ ഒരുപാട് പേരുണ്ട്. ഒരുപാട് സാക്ഷാത്കാരം നേടുക, ആത്മസാക്ഷാത്കാരം നേടി എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? എന്താ? ഈ ഇത്താണ്. ആരെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ പ്രാപ്തരായിരിക്കണം. പ്രാപ്തരാണ് നിങ്ങൾ. എന്താ അല്ലേ? നിങ്ങൾ ഓരോരുത്തരും പ്രാപ്തരാണ്. ആത്മസാക്ഷാത്കാരം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ആ അറിവ് നില നിങ്ങളിൽ സ്വായത്തമാക്കണം. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയല്ല. ഈ നാമരൂപധാരിയെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന നാമരൂപരഹിതമായ ആ ചൈതന്യം, ഐ എം ദാറ്റ് എന്ന് ഏതൊരാളാണോ സ്വയം ഡിക്ലെയർ ചെയ്തത്, സ്വയം പ്രഖ്യാപിച്ച് ആ നിലയിൽ തന്നെ സദാസമയവും വർത്തിക്കുന്നത്. എന്തിനാ സദാസമയവും വർത്തിക്കുന്നത്? വെടി തീരുന്ന അവസരത്തിൽ അല്ലേ? ഒരു വെടിതീരലുണ്ടല്ലോ നമുക്ക്. ആ വെടി തീരുന്ന അവസരത്തിൽ ഈ ഭാവം ആരിലാണോ ഉള്ളത് അയാളാണ് പുനർജന്മമില്ലാത്ത മോക്ഷാവസ്ഥയിലേക്ക് കടക്കുന്നത്. എനിക്കിതൊക്കെ അറിയാം സ്വാമി. അറിഞ്ഞാൽ ഗോവി അടിച്ചുകൊണ്ടിരിക്കും. അറിഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. ആ അറിവ് നിങ്ങളിൽ അനുഭവ നിലയിൽ പ്രകാശിക്കണം.
ഇങ്ങനെ അനുഭവ നിലയിൽ പ്രകാശിക്കുന്നത്. സ്വയം ആ ഭാവത്തിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. എവിടുന്ന്? തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക്, തന്നിൽ തന്നെയുള്ള താനിലേക്ക്. ഇതൊന്നും ഏകാദശി വ്രതം നടത്തിയാൽ കിട്ടില്ല, പൂജ നടത്തിയാൽ കിട്ടില്ല, മന്ത്രം ചെയ്താൽ കിട്ടും, മന്ത്രം ജപിച്ചാൽ കിട്ടുകയില്ല, ജപഹോമാദികൾ നടത്തിയാൽ കിട്ടുകയില്ല. അതൊക്കെ ശുദ്ധീകരണ കർമ്മത്തിന് വേണ്ടിയാണ്. ആ സാധനകളെല്ലാം ശുദ്ധീകരണ ക്രിയകളാണ്. അതൊക്കെ ആവശ്യമാണ്. ആരിലാണോ ചിത്തശുദ്ധി ഇല്ലാത്തത് അവർക്കെല്ലാം ഈ സാധനങ്ങൾ അത്യാവശ്യമാണ്. ഏകാദശി വ്രതങ്ങൾ അത്യാവശ്യമാണ്, അതുപോലെയുള്ള എല്ലാ വ്രതങ്ങളും അത്യാവശ്യമാണ്. അതൊക്കെ അവരെ ആ ശുദ്ധീകരണ നിലയിലേക്ക് ഉയർത്തും. എന്നാൽ മാത്രമേ ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പതിയുകയുള്ളൂ. ഇല്ലെങ്കിൽ എണ്ണമയമുള്ള ബ്ലാട്ടിംഗ് പേപ്പർ വെച്ച് മഷി കൊണ്ട് എഴുതിയിട്ട് ആ മഷി ഒപ്പിയെടുക്കാൻ ബ്ലാട്ടിംഗ് പേപ്പർ വെച്ചാൽ എങ്ങനെ ഇരിക്കും? അബ്സോർവ് ചെയ്യില്ല, മഷി അബ്സോർവ് ചെയ്ത് വരില്ല. എന്തുകൊണ്ട്? ആ ബ്ലാട്ടിംഗ് പേപ്പർ എണ്ണമയമുള്ളതാണ്, അഴുക്കാണ്, ശുദ്ധിയില്ല. അതുപോലെ ചിത്തം ശുദ്ധി ഉള്ളതല്ലെങ്കിൽ ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പതിയത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ പതിയുന്നില്ല എങ്കിൽ തീരുമാനിച്ചുകൊള്ളൂ, എൻ്റെ ചിത്തം വേണ്ടത്ര ശുദ്ധമായിട്ടുള്ളതല്ല. സ്വയം തീരുമാനിക്കാം. നിങ്ങൾക്ക് എത്രമാത്രം ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, എത്രമാത്രം നിങ്ങളുടെ ഉള്ളിൽ പതിയുന്നുണ്ട്. ശരിക്കും പതിയുന്നില്ലെങ്കിൽ കരുതിക്കൊള്ളൂ, നമ്മുടെ ഉള്ളം ശുദ്ധമല്ല, ചിത്തം ശുദ്ധമല്ല. ചിത്തമാകുന്ന ബ്ലോട്ടിംഗ് പേപ്പർ എണ്ണമയമുള്ളതായിരിക്കുന്നു. അപ്പോൾ ആ ചിത്തത്തെ ശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിലുള്ള സാധനങ്ങളാണോ നിങ്ങൾക്ക് രുചികരമായിട്ടുള്ള, ഓരോരുത്തർക്കും സാധനങ്ങൾ ഓരോ തരത്തിലാണ്. ചിലർക്ക് ജപമായിരിക്കും നല്ലത്, ചിലർക്ക് വ്രതമായിരിക്കും നല്ലത്, ചിലർക്ക് ഏകാദശി വ്രതമായിരിക്കും നല്ലത്, ചിലർക്ക് അമ്പലത്തിൽ പോയി ഭജന പാടുന്നതായിരിക്കും നല്ലത്. അതെല്ലാം നല്ലതാണ്, അതെല്ലാം അത്യാവശ്യമുള്ള കാര്യങ്ങളുമാണ്. അതെല്ലാം സാധനയുടെ വിവിധ ഘട്ടങ്ങളാണ്. ആ വിവിധ ഘട്ടങ്ങളിലൂടെ ഓരോരുത്തരും ചിത്തശുദ്ധി നേടണം. ഇത് കേൾക്കുന്ന അവസരത്തിൽ ഈ തരത്തിലുള്ള സത്സംഗങ്ങൾ, ജ്ഞാനമാർഗത്തിലുള്ള സത്സംഗങ്ങൾ കേൾക്കുന്ന അവസരത്തിൽ അത് നിങ്ങളുടെ ഉള്ളത്തെ സ്പർശിക്കുന്നില്ലെങ്കിൽ കരുതിക്കോളൂ, ചിത്തം ശുദ്ധമല്ല. അതിന് സാധന ആവശ്യമാണ്. അതിനാവശ്യമുള്ള സാധനകൾ ഏതെങ്കിലും ഗുരുവിൻ്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം എന്താണിഷ്ടം. തീർത്ഥയാത്രയോ ഒക്കെ നല്ലതാണ്. മൈത്രേയ ഉപനിഷത്തിൽ പറയുന്ന ഒരു മന്ത്രം സാമവേദത്തിലുള്ളതാണ്. ഉത്തമ തത്വചിന്തൈവ മധ്യമ ശാസ്ത്രചിന്തനം അഥമ മന്ത്രചിന്ത ച തീർത്ഥയാത്രാണ്യഥമാഥമ. സംസ്കൃതമാണെങ്കിലും മനസ്സിലായ കാര്യം മനസ്സിലായല്ലോ. ഉത്തമ തത്വചിന്തൈവ. തത്വചിന്ത എന്താ? തത്വചിന്ത തത്വം, നീ അതാകുന്നു. ഇവിടെ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവിടെ എന്താണോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് തത്വചിന്ത. തത്വം, നീ അതാകുന്നു. അതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്, ദറ്റ് ഈസ് തത്വചിന്തനം. അതാണ് ഉത്തമമായിട്ടുള്ളത്. ഉത്തമ തത്വചിന്തൈവ മധ്യമ ശാസ്ത്രചിന്തനം. പലതരത്തിലുള്ള ശാസ്ത്രങ്ങളെക്കുറിച്ച് പഠിക്കുക. കാരണം ലോകത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ ചിന്തനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന നിലയിൽ നിരന്തരമായിട്ട് ശാസ്ത്രചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലൗകിക പുരോഗതിക്ക് വേണ്ടിയുള്ളത്. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അതൊക്കെ മധ്യമമായിട്ടുള്ളതാണ്, നോട്ട് ഉത്തമം. അഥമ മന്ത്രചിന്തൈവ. അധമമായിട്ടുള്ളതാണ് മന്ത്രചിന്തകൾ.
ദേവീദേവന്മാരെയൊക്കെ പ്രീണിപ്പിച്ച് അവരിലൂടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഈ മായാമയമായ ഈ ലോകത്ത് മായാമയമായ ദേവീദേവന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ഐശ്വര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അതൊക്കെ മായാമയങ്ങൾ മാത്രമാണ്, ഒന്നും സത്യമല്ല, എല്ലാം അസത്യമാണ്. ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ് സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറയുന്നത് പോലെ. നമ്മളെല്ലാവരും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, സൂര്യൻ കിഴക്കുദിക്കുന്നു, പറയടാ എവിടെയാണെടാ ഉദിക്കുന്നത്, എവിടെയാണ് നാളെ പറഞ്ഞില്ലെങ്കിൽ അടിയും കൊടുക്കും അല്ലേ. ആ തെറ്റ് അവനെ പഠിപ്പിച്ച് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് അവൻ പറഞ്ഞില്ലെങ്കിൽ അടിയും കൊടുക്കും. അത് സത്യമാണോ? സൂര്യൻ കിഴക്കൊന്നും ഉദിക്കുന്നില്ല. ഭൂമിയുടെ കറക്കം കൊണ്ട് അത് കിഴക്കുദിക്കുന്നത് പോലെ കാണപ്പെടുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വിശകലനം ചെയ്ത് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാറാകും സത്യമായിട്ടുള്ള തത്വം എൻ്റെ ഉള്ളിലിരിക്കുന്ന എന്നിലെത്താൻ. അതങ്ങോട്ട് ബോധിച്ചു കഴിയുമ്പോൾ, അതങ്ങോട്ട് അറിഞ്ഞു കഴിയുമ്പോൾ, അതുമായിട്ട് താദാത്മ്യം പ്രാപിച്ചു കഴിയുമ്പോൾ. എങ്ങനെയാ താദാത്മ്യം പ്രാപിക്കുന്നത്? നിങ്ങൾ ഒരു പാത്രത്തിലെ ജലത്തിൽ ഒരു ഉപ്പുവരൽ എടുത്തിട്ടാൽ ആ ഉപ്പുവരൽ കുറേ സമയം കൊണ്ട് ആ ജലവുമായിട്ട് ഏകീഭവിക്കും, അലിഞ്ഞു ചേരും ഇല്ലേ? അതുപോലെ നിങ്ങൾ കേൾക്കുന്ന ഈ കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നിരന്തരമായിട്ട് ഉയർത്തുന്നുണ്ടെങ്കിൽ അതുമായിട്ട് യോജിച്ച് ഏകീഭവിച്ച് ഒന്നായിത്തീരും. അതാണ് ബ്രഹ്മ ആത്മ ഐക്യ അനുഭവം. അതിലൂടെ മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ. വേറൊരു തരത്തിലും മോക്ഷം കിട്ടുകയില്ല. നമ്മുടെ ലൗകിക ജീവിതമെന്ന് പറയുന്നത് എന്താണ്? വളരെ പ്രചാരപ്രസിദ്ധമായിട്ടുള്ള ഒരു മന്ത്രം ഞാൻ പറയാം. ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ തസ്മാത് സർവപ്രയത്നേന ഋണം കൃത്വാ ഘൃതം പിബേത്. സ്വാമി പുനർജന്മമൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ഒന്നുമില്ല. ശരീരം കത്തിച്ച് കളഞ്ഞില്ലേ, പിന്നെ എവിടുന്ന പുനർജന്മം? അവൻ്റെ വിചാരം ഈ കാണുന്ന ഈ ശരീരം മാത്രമേ ഉള്ളൂ എന്നാണ്. അതിനപ്പുറത്തോട്ട് ചിന്തയില്ല. ഈ ശരീരത്തെ കത്തിച്ച് കളഞ്ഞില്ലേ, പിന്നെ എവിടുന്ന പുനർജന്മം? അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയുമില്ല അവന്. ചിന്ത പണയം വച്ചിരിക്കുകയാണ്. ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും നേതാക്കന്മാരുടെയോ പിന്നാലെ നടന്ന് അവരുടെ പ്രീണിപ്പിക്കലിന് വശംവദനായിട്ട് പുനർജന്മം ഒന്നുമില്ല എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി അജ്ഞനായിട്ട് നടക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അവരാണ് പറയുന്നത് പുനർജന്മമില്ല. രാമകൃഷ്ണദേവൻ പറയും പുനർജന്മമില്ല എന്ന് പറയുന്നത് നാവുകൊണ്ട് എനിക്ക് നാവില്ല എന്ന് പറയുന്നത് പോലെയാണ്. രാമകൃഷ്ണദേവൻ അതിനുദാഹരണമായിട്ട് പറയുന്നത് അതാണ്. പുനർജന്മമില്ല എന്ന് പറയുന്നത് സ്വന്തം നാവുകൊണ്ട് എനിക്ക് നാവില്ല എന്ന് പറയുന്നത് പോലെയാണ്. അതുപോലെ ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ. കത്തിച്ചു കളഞ്ഞ ഈ ശരീരം പിന്നെ എങ്ങനെയാണ് പുനർജനിക്കുന്നത്? അതുകൊണ്ട് തസ്മാത് സർവപ്രയത്നേന ഋണം കൃത്വാ ഘൃതം പിബേത്. കടം വാങ്ങിച്ചാലും ശരി, മോട്ടിച്ചാലും ശരി, ആരെയെങ്കിലും കൊന്നിട്ടായാലും ശരി, എങ്ങനെങ്കിലും പുളിശ്ശേരി അടിക്കണം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെയുള്ള ചര്യയാണ് ഈ ഈശ്വര ഇല്ലെന്ന് പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ച് കളയാനുള്ളതല്ല ഈ ജീവിതം. ഈ ജീവിതമെന്ന് പറയുന്നത് വളരെ വളരെ ദിവ്യമായിട്ടുള്ളതാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ മഹത്തായ സന്ദർഭത്തെ ഒരാളും പാഴാക്കി കളയരുത്. ഒരാളും പാഴാക്കി കളയരുത്. എന്തുകൊണ്ട്? അതിവിശിഷ്ടമാണ്. ഇനി എപ്പോഴാണ് കിട്ടുന്നത്? ഇനി ഏതെങ്കിലും ഒരു സമയത്ത്
ആ ഏതെങ്കിലും ഒരു സമയം എപ്പോഴാണ്? നാം മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളുടെ ആധിക്യമനുസരിച്ച് എപ്പോഴെങ്കിലും ഇനിയും മനുഷ്യ ശരീരം കിട്ടിയെന്ന് വരാം. കിട്ടും. അതുവരെ പട്ടിയായിട്ടും പൂച്ചയായിട്ടും കൃമിയായിട്ടും കീടമായിട്ടും ഇങ്ങനെ നിരന്തരം അനവധി ശരീരങ്ങളിൽ കൂടി ജനിച്ചും മരിച്ചും പുനരപി മരണം പുനരപി ജനനം ജനനീ ജഡരേ ശയനം എന്ന് ഭജഗോവിന്ദത്തിൽ പറയുന്നത് പോലെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ തുടർച്ചയിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള അവസരമാണ് മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ ഇതിനെക്കുറിച്ച് കേൾക്കാനുള്ള ഒരവസരം കിട്ടുന്നത്. കേൾക്കണം. ശ്രവണായ ബഹുബിർ യോ ന ലഭ്യ. കേൾക്കാൻ പോലും കിട്ടുകില്ല. ദാ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് നിരന്തരമായിട്ട് കേൾക്കാൻ സാധിക്കുന്നു. ഒരു മുഷിച്ചിലുമില്ലാതെ ആവർത്തിച്ച് ഇതുതന്നെ ധാര കോരും പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കാതിൽ ഒഴിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എത്ര പേരുടെ ഉള്ളിൽ ഇത് പകരപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തയില്ല. കേൾക്കാനുള്ള ഒരവസരം നിങ്ങൾക്ക് കിട്ടുന്നു. അത് മഹാഭാഗ്യം. അത് പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. എത്ര പേർക്കാണോ അതിലേക്ക് മനസ്സ് തുറക്കുന്നത്, അതിലേക്ക് ശ്രദ്ധയുണ്ട്. അതാണ് ശ്രദ്ധാവാൻ ബലവാൻ ഭവതി യോ യഃ ശ്രദ്ധഃ സ ഏവ സഃ. ആരുടെ ശ്രദ്ധയാണ്? ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്, ഞാൻ കേട്ടിരിക്കുന്നത് ശരിയാണ്, എനിക്ക് ആ മാർഗത്തിലേക്ക് ഉയരണം. ആ മാർഗത്തിലേക്ക് ഉയരണമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർത്തുകൊള്ളണം. നിങ്ങളുടെ കുടുംബത്തിന് യാതൊരു തകരാറുമുണ്ടാവുകയില്ല. ലൗകിക ജീവിതത്തിന് യാതൊരു തകരാറുമുണ്ടാവുകയില്ല. പ്രാരബ്ധാനുസാരം എങ്ങനെയെല്ലാമാണോ നടക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും. അതിന് ഒരു വിഘ്നം വരുത്താൻ ആർക്കും കഴിയുകയില്ല. ആധ്യാത്മിക മാർഗത്തിലേക്ക് തിരിയണം എന്ന് ഭാവിച്ചാൽ അത് നിങ്ങളുടെ സൽക്കർമ്മ ഫലമായിട്ടാണ് ആ ചിന്ത ഉണ്ടാകുന്നത്. അതും പ്രാരബ്ധത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് കുടുംബത്തിന് ഒരു ക്ലേശവും ഉണ്ടാവില്ല. കുടുംബത്തെ ഉപേക്ഷിക്കേണ്ട, ഭാര്യയെ കളയണ്ട, മക്കളെ കളയണ്ട, കുടുംബം കളയേണ്ട. ഏതെല്ലാം തരത്തിൽ നിങ്ങളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അതേ നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാവത്തിന് മാറ്റം വരുത്തുക. എന്താ ഭാവത്തിനുള്ള മാറ്റം? ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപം, ആ സാക്ഷി സ്വരൂപം, ആ ബോധസ്വരൂപം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് പറഞ്ഞാൽ എന്നിലെ താൻ. ഞാനും താനും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഞാൻ ഭാവത്തിൽ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. തന്നിലെ താൻ ഭാവം അവഗണിക്കപ്പെട്ടിരിക്കുന്നു. അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരിലെയും താൻ ഭാവം അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അറിയുന്നേയില്ല, അതിലേക്ക് ശ്രദ്ധ തിരിയുന്നേയില്ല. അതിലേക്കാണ് ശ്രദ്ധ തിരിക്കേണ്ടത്. ലൗകിക ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വിചാരം ചെയ്തു കൊള്ളണം, ഈ ഞാൻ അല്ലേ. വലിയ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന കുട്ടികൾ, സ്ത്രീകളൊക്കെ എന്താ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ മനസ്സ് എവിടെയായിരിക്കും? വീട്ടിൽ. മുലകുടി മാറാത്ത തൻ്റെ കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ ആ കുഞ്ഞിലായിരിക്കും തൻ്റെ ശ്രദ്ധ. ആ സമയത്ത് വലിയ വീട്ടിലെ ജോലികളെല്ലാം വീട്ടുജോലിക്കാരി എന്നുള്ള നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോഴെല്ലാം ആ സ്ത്രീയുടെ മനസ്സ് ഏതു പ്രകാരമാണോ തൻ്റെ കുഞ്ഞിൽ തന്നെ സദാ തുടർന്നുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ലൗകിക ജീവിതത്തിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങളിൽ നിങ്ങൾ ബദ്ധശ്രദ്ധരായിരിക്കുമ്പോഴും നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ശ്രദ്ധ എവിടെയായിരിക്കണം? നിങ്ങളിലെ താനിൽ.
ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ താൻ, ആ സാക്ഷി ചൈതന്യം, അതാണ് ഈശ്വരൻ. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ. ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. സമയം ആ മന്ത്രം എനിക്കറിയാം, കാണാതറിയാം. അറിഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങൾ ആ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കരുത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടോ? എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ താൻ എന്നറിഞ്ഞ് ആ ഭാവത്തിൽ നിങ്ങൾ ശരീരത്തിൽ അകത്ത് നിങ്ങളെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളാരാ? ഈശ്വരൻ, ദൈവം. അത് ദിവ്യ സ്വരൂപമായതുകൊണ്ടാണ് അതിനെ ദൈവമെന്ന് പറയുന്നത്. ദിവ് ധാതുവിൽ നിന്നാണ് ദൈവം എന്ന പദം ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ദിവ് പ്രകാശിക്കുക, പ്രകാശസ്വരൂപം, ജ്യോതിസ്വരൂപം. അതുകൊണ്ടാണ് 12 ജ്യോതിർലിംഗങ്ങളൊക്കെ കൽപ്പന ചെയ്തിരിക്കുന്നത്. 12 ജ്യോതിർലിംഗങ്ങളൊക്കെ ഭാരതം മുഴുവനും സഞ്ചരിച്ചാൽ ആ 12 ജ്യോതിർലിംഗങ്ങളും കാണാൻ സാധിക്കും. ഞാൻ ഏതാണ്ട് 3-4 പ്രാവശ്യം കൊണ്ട് 3 പ്രാവശ്യം സഞ്ചരിച്ച 9 ജ്യോതിർലിംഗങ്ങൾ സഞ്ചരിച്ചു, കണ്ടു. അതിനുശേഷം 4ാമത്തെ യാത്രയിൽ, ഒറ്റ യാത്രയിൽ ഈ 12 ജ്യോതിർലിംഗങ്ങളും ഒന്നിച്ച് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല. അന്ന് നമ്മുടെ കൂടെ സഞ്ചരിക്കാനായിട്ട് ഒരാൾ കൂടെ വന്നു. അപ്പോൾ ആ ആൾ നമ്മുടെ കൂടെ വരാൻ തയ്യാറായപ്പോൾ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഈ 12 ജ്യോതിർലിംഗങ്ങളും ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ എന്ന് നമുക്ക് തോന്നി. അങ്ങനെ 12 ജ്യോതിർലിംഗങ്ങളും ആ ഒറ്റ യാത്രയിൽ സഞ്ചരിച്ചു, കണ്ടു. എളുപ്പം ഒന്നും സാധ്യമല്ല. ഒരു 10-50 ദിവസത്തെ യാത്ര, ദീർഘമായ യാത്ര എടുത്തു. അങ്ങനെയാണ് കണ്ടത് ആ ജ്യോതിസ്വരൂപം. ആ ജ്യോതിസ്വരൂപത്തെ കാണാനായിട്ട് ഇങ്ങനെ അലഞ്ഞു കിടക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിലോട്ട് ഒന്ന് നോക്കിയാൽ പോരെ. നിങ്ങളുടെ ഉള്ളിൽ ആ ജ്യോതിസ്വരൂപം സാക്ഷിഭാവത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നില്ലേ? അത് കണ്ടാൽ മറ്റൊരു ജ്യോതിർലിംഗങ്ങളും സന്ദർശിക്കേണ്ടതായിട്ടില്ല. സ്വാമിക്കപ്പോൾ മോക്ഷം കിട്ടും ഇല്ലേ? 12 ജ്യോതിർലിംഗം കണ്ടാലൊന്നും മോക്ഷം കിട്ടുകയില്ല. നിങ്ങൾ നാട് നീളെ സഞ്ചരിച്ചാലും സർവ്വക്ഷേത്രങ്ങൾ സഞ്ചരിച്ചാലും മോക്ഷം കിട്ടുകയില്ല. മോക്ഷം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപമായ തന്നിലെ തന്നെ തിരിച്ചറിഞ്ഞ് ഈ ശരീരത്തിൽ എന്നാണോ നിങ്ങൾ തന്നിൽ താനായിരിക്കുന്നത്, ദാറ്റ് ഈസ് മോക്ഷം, ആത്മസാക്ഷാത്കാരം, മോക്ഷം. വേറെ ഒരു തരത്തിലും മോക്ഷം കിട്ടുകയില്ല. അതാണ് തത്വചിന്തനം. അതാണ് ഇവിടെ പറഞ്ഞത്. ഉത്തമ തത്വചിന്തൈവ മധ്യമ ശാസ്ത്രചിന്തനം അധമ മന്ത്രചിന്ത ച തീർത്ഥയാത്രാണ്യധമാധമ. മൈത്രേയുപനിഷത്ത്, സാമവേദം. അപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തിരിച്ചറിവിലൂടെ നിങ്ങൾ തിരിച്ചറിയണം എന്താ? ദേഹേന്ദ്രിയ മനോബുദ്ധി വ്യതിരിക്തം ശാശ്വതം ബ്രഹ്മ എവ. ഈ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതിൽ നിന്നൊക്കെ അന്യമായിട്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ആ ശുദ്ധസ്വരൂപം, ആ ബോധസ്വരൂപം എന്ന് കേട്ട് അറിഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധയെ ഇതിൽ നിന്നെല്ലാം മാറ്റിയെടുക്കണം. അതാണ് നേതി മാർഗം. ഞാൻ ഈ ശരീരമേ അല്ല എന്ന് നേതി മാർഗത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ബോധസ്വരൂപത്തിലേക്ക് ഉയർത്തണം. അതാണ് ദേഹേന്ദ്രിയ മനോബുദ്ധി വ്യതിരിക്തം ശാശ്വതം ബ്രഹ്മയവ വേദ. ആരാണോ അതറിയുന്നത് സ ബ്രഹ്മനിഷ്ഠക സ്വേച്ഛയാ പ്രമുദിത സഞ്ചരതി. അയാൾ ശുദ്ധസ്വരൂപത്തിൽ സന്തോഷവാനായിട്ട് സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കും.
നിങ്ങൾക്ക് ആ ഭാവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഉയർത്താൻ കഴിയുമെങ്കിൽ സദാ സന്തോഷവാനായിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള സകല ജോലികളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ കർമ്മങ്ങളിലൊക്കെ ഞാൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ കർമ്മങ്ങളിലൊന്നും ഞാൻ വ്യാപരിക്കുന്നില്ല. കാരണം എന്താ? ഞാൻ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നിലെ ഞാനല്ല, പിന്നെ ആരാ? കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെയും കണ്ടുകൊണ്ട് സാക്ഷിഭാവത്തിൽ ഈ ശരീരത്തിൽ കർമ്മം ചെയ്യാതിരിക്കുന്ന ആ ബോധസ്വരൂപം, ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ നിൽക്കുന്ന അവസരത്തിൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർമ്മം ചെയ്യാത്തവനായിരിക്കും. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു മന്ത്രം, കർമ്മണോ ഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹന കർമ്മണോ ഗതി. കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ്. ഇപ്പം എന്താ പറഞ്ഞത്? കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കർമ്മം ചെയ്യാത്തവനായിരിക്കുന്നു. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ കർമ്മം ചെയ്യാത്തവനായിട്ടിരിക്കണമെങ്കിൽ നീ എങ്ങനെയുള്ളവനായിരിക്കണം? ഇത് നിങ്ങൾക്കെല്ലാം ബാധകമാണ്, നമുക്കെല്ലാം ബാധകമാണ്. ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കർത്താവ് എന്ന് പറയുന്നു. ഞാൻ കർത്താവായിട്ടിരിക്കുമ്പോൾ എങ്ങനെ അകർത്താവായിട്ടിരിക്കാൻ സാധിക്കും? കർമ്മം ചെയ്യാത്തവനായിട്ട് എങ്ങനെ ഇരിക്കാൻ സാധിക്കും? ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിലെ താനിൽ ഉറപ്പിച്ചിരിക്കുന്നത്, അപ്പോഴും പ്രാരബ്ധാനുസാരം തന്നിലെ ഞാൻ കർമ്മനിരതനായിരിക്കും. തന്നിലെ താൻ കർമ്മരഹിതനായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? തന്നിലെ താൻ എപ്പോഴും കർമ്മരഹിതൻ, തന്നിലെ ഞാൻ കർമ്മനിരതൻ. ഈ കർമ്മനിരതനായിരിക്കുന്ന ഞാനിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ ശ്രദ്ധയെ ആരാണോ തിരിച്ചറിവിലൂടെ തന്നിലെ താനിലേക്ക് മാറ്റുന്നത്. കാരണം തന്നിലെ യഥാർത്ഥ ഞാൻ അതാണ് എന്ന അറിവിലൂടെ തിരിച്ചറിഞ്ഞ് ആ അറിവിലേക്ക് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഉണരണം. ഇപ്പോൾ അങ്ങനെ ഉറക്കത്തിലാണ്, അജ്ഞാന നിദ്രയിലാണ്. ശുഖരഹസ്യോപനിഷത്തിലെ ഒരു മന്ത്രം പറയാം, യജുർവേദത്തിലുള്ളതാണ്. അനാത്മദൃഷ്ടേരവിവേക നിദ്രാം അഹം മമ സ്വപ്നഗതിം ഗതോ അഹം. അനാത്മദൃഷ്ടേരവിവേക നിദ്രാം. അവിവേക നിദ്ര എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം അവിവേക നിദ്ര. എന്താ അവിവേക നിദ്ര? ഈ നാമരൂപധാരിയായ ഞാൻ സത്യമാണ് എന്ന ഭാവത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നിലയാണ് അവിവേക നിദ്ര. അനാത്മദൃഷ്ടേര അവിവേക നിദ്രാം അഹം മമ സ്വപ്നഗതിം ഗതോഹം. അപ്പോൾ ഉള്ള ഭാവന എന്താണ്? ഞാനും അഹം മമ എൻ്റേതുകളും എന്നുള്ള ഭാവത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതെല്ലാം അജ്ഞാന കാര്യങ്ങളാണ്. ഇത് സ്വരൂപസൂര്യോദിതേ സ്ഫുടോക്തേർ. സ്വരൂപസൂര്യോദിതേ, സ്വരൂപമാകുന്ന ആ സൂര്യോദയം എന്നിൽ സംഭവിച്ചത് എങ്ങനെയാണ്? ഇതുപോലെയുള്ള സത്സംഗത്തിലൂടെ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങളിൽ ആ സ്വരൂപ സൂര്യോദയം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലെ സ്വരൂപ സൂര്യൻ ഉദിച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, സ്വരൂപ സൂര്യോദിതേ സ്ഫുടോക്തേർ ഗുരോർ മഹാവാക്യ പദൈഹി പ്രബുദ്ധൈഹി. ഗുരുവിൻ്റെ വാക്കുകളിലൂടെ ഏതൊരാളിലാണോ ആ സ്വരൂപ സൂര്യോദയം സംഭവിച്ചിട്ടുള്ളത്, ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്വരൂപ സൂര്യോദയം എന്താണ്? താനിലേക്കുള്ള ഉണരൽ.
ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാൻ ഭാവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധിച്ച് അതിലേക്കുള്ള ഉണരലിനെയാണ് സ്വരൂപ സൂര്യോദയം എന്ന് പറയുന്നത്. സ്വരൂപ സൂര്യോദിതേ സ്ഫുടോക്തേർ, സ്ഫുടമായ വാക്കുകളിലൂടെ, ഉക്തി വാക്ക്, സ്ഫുടോക്തേർ ആരുടെ? ഗുരോർ, ഗുരുവിൽ നിന്നുള്ള ആ വാക്കുകളിലൂടെ സംശയരഹിതമായിട്ട് ഏതൊരു ഗുരുവാണോ ബോധിപ്പിച്ചു തരുന്നത് അത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറും. പക്ഷെ നിങ്ങൾ പാത്രം മലർത്തി വച്ചിരിക്കണം. പാത്രം കമഴ്ത്തി വച്ചിരുന്നാൽ പറ്റില്ല. പാത്രത്തിന് ഓട്ടയൊക്കെ ഉണ്ടോ എന്നുള്ളതും നോക്കണം. അല്ലെങ്കിൽ അതിനകത്ത് ഒഴിച്ചു വെച്ചിട്ട് ഗുരുവിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ചോർന്നു പോകും. പാത്രം ശുദ്ധമായിരിക്കണം, അത് നൂർന്നിരിക്കണം. ഇതൊക്കെ മഹാഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ്, വെറുതെ ഒന്നും കിട്ടില്ല. അതാണ് ഉപനിഷത്തുകൾ പറയുന്നത്, ശ്രവണായ ബഹുബിർ യോ ന ലഭ്യ, കേൾക്കാൻ പോലും കിട്ടുകില്ല. നിങ്ങൾ എത്രയോ പുണ്യം ചെയ്ത ആളുകൾ ഇത് കേൾക്കാൻ കഴിയുന്നു. എന്താ കേൾക്കുന്നത്? എന്താ? സ്വയം ഈശ്വരനാകുന്ന അറിവാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളിലെ താൻ ഭാവത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരാ? ഈശ്വരൻ. ആരാ ഈശ്വരൻ? സർവവ്യാപി. തന്നിലെ താൻ ഈ ശരീരത്തിൽ മാത്രമല്ല, തന്നിലെ താൻ ഈ ശരീരത്തിൽ മാത്രമല്ല, സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ സർവവ്യാപിയായ ഈശ്വരൻ ഓരോരുത്തരുടെയും ഉള്ളിൽ. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറയുന്നത്, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ആ ഈശ്വരനിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഉയർത്തേണ്ടത്. ഫ്രം ദ ലിമിറ്റഡ് ഐ ടു ദാറ്റ് അൺലിമിറ്റഡ് ഐ. അൺലിമിറ്റഡായി തന്നിലെ താൻ സർവേശ്വരൻ തൻ്റെ ഉള്ളിലിരിക്കുകയല്ലേ. ഒരിടവും പോകണ്ട, കാശിയിലും കൈലാസത്തിലും ഒന്നും വലിഞ്ഞു കയറണ്ട. അവിടെ പോയാലൊന്നും കിട്ടുകയില്ല. സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പൊക്കോ, കാശി പൊക്കോ, കൈലാസത്തിൽ പൊക്കോ, അവിടെ പോയാലൊന്നും ഈശ്വരനെ കിട്ടുകയില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ, തീർത്ഥയാത്രാണ്യഥമാഥമ ഉത്തമ തത്വചിന്തൈവ. ഉത്തമമായിട്ടുള്ളത് തത്വചിന്ത. അതാണ് നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്, തത്വചിന്ത. മധ്യമ ശാസ്ത്രചിന്തനം, അഥമ മന്ത്രചിന്ത ച തീർത്ഥയാത്രാണ്യഥമാഥമ. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരമാണ് വേണ്ടത് എങ്കിൽ തത്വചിന്ത. തത്വം എന്താ? തത്വം തത്വമസി, അത് നീയാവുന്നു. ഏത്? എൻ്റെ ഉള്ളിലിരിക്കുന്ന എന്നിലെ താൻ, ആ ബോധസ്വരൂപം, ആ സാക്ഷിസ്വരൂപം, ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യസ്വരൂപം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യസ്വരൂപം, അത് എന്നിൽ മാത്രമല്ല, എന്നിലും അവനിലും അവളിലും, ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലും ഒക്കെ കൂടി കടന്നു പോകുന്ന സർവേശ്വര ചൈതന്യം എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിങ്ങളുടെ സ്വരൂപമായിട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് ഈ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്ന ഈ അസുലഭ സന്ദർഭത്തിൽ നിങ്ങളെ ഉയർത്തുന്നില്ലെങ്കിൽ പിന്നെ ഈ മനുഷ്യ ജന്മം കിട്ടിയിട്ട് എന്തു പ്രയോജനം? ശരീരം വിട്ടുകഴിഞ്ഞ് അടുത്ത ജന്മം പട്ടിയുടെ ശരീരത്തിൽ നിന്ന് റോഡിൽ കിടന്ന് ഹൗ ഹൗ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കണോ? ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി കടന്നു പോകണം? ഇനി ജന്മമുണ്ടാകാതിരിക്കണമെങ്കിൽ ആ ബോധസ്വരൂപമാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞ് സദാസമയവും ആരുടെ ശ്രദ്ധയാണോ അതിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്, ആ ഭാവത്തിൽ മരിക്കുകയാണെങ്കിൽ അയാൾക്ക് പുനർജന്മമില്ല. എന്തുകൊണ്ടാണ് പുനർജന്മമില്ലാത്തത്? അത് അമരത്വമുള്ളത്, തന്നിലെത്താൻ മരണമില്ലാത്തത്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം, അതിന് മരണമേ ഇല്ല.
അതുകൊണ്ടാണ് പുനർജന്മമില്ലാത്തത്. ചുമ്മാ പുനർജന്മമില്ലാത്തതെന്ന് പറയുന്നതല്ല, തന്നിലെ താൻ ജനിമൃതികളില്ലാത്തതാണ്. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉയർത്തുന്നതിനുള്ള അസുലഭ അവസരമാണ് ഈ ആത്മവിദ്യാവേദിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ശുഖരഹസ്യോപനിഷത്തിലെ ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അനാത്മദൃഷ്ടേരവിവേകനിദ്രാം അഹം മമ സ്വപ്നഗതിം ഗതോഹം. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ആ സ്വരൂപോ സൂര്യോദയം എന്നിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, എന്താ സ്വരൂപ സൂര്യോദയം? ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. അതാണ് സ്വരൂപ സൂര്യോദയം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ. എങ്ങനെ സംഭവിച്ചത്? ഗുരോർ മഹാവാക്യപദൈഹി പ്രബുദ്ധൈഹി സ്വരൂപോ സൂര്യോദിതേ സ്ഫുടോക്തേർ. ഗുരോർ, ഗുരുവിൻ്റെ സ്ഫുടമായ ഉക്തികളിലൂടെ, വാക്കുകളിലൂടെ മഹാവാക്യർ. ആ മഹാവാക്യം എന്താ? മഹാവാക്യം തത്വമസി മഹാവാക്യം. അത് കംപ്ലീറ്റായിട്ട് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാവത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ഉണരുകയാണെങ്കിൽ ഈ ജന്മം നിങ്ങൾക്ക് സഫലമായി തീരും. ജന്മസാഫല്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതിനുള്ള മാർഗത്തിലേക്ക് ശങ്കരാചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ ഒരു മന്ത്രം പറയുന്നുണ്ട്. ജ്ഞാത്വാ സ്വം പ്രത്യേകാത്മാനം ബുദ്ധിതത് വൃത്തിസാക്ഷിണം. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യസ്വാമികൾ പറയുകയാണ്, ജ്ഞാത്വാ സ്വം പ്രത്യേകാത്മാനം. പ്രത്യേകാത്മാവ് എന്ന് പറഞ്ഞാൽ അന്തരാത്മാവ്, തന്നിലെ താൻ. ജ്ഞാത്വ, അതിനെ അറിഞ്ഞിട്ട് ജ്ഞാത്വ ത്വം പ്രത്യേകാത്മാനം ബുദ്ധിതത് വൃത്തിസാക്ഷിണം. ബുദ്ധിയുടെ വൃത്തികൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യത്തെ സോഹമിത്യേവ സഹ അഹം, അതാണ് ഞാൻ, അതാണ് സോഹമിത്യേവ, അതാണ് ഞാൻ എന്ന ഭാവത്തിലൂടെ സദ്വൃത്യ, ആ തരത്തിലുള്ള വൃത്തിയിലൂടെ, ആ തരത്തിലുള്ള ചിന്തയിലൂടെ, ഞാൻ അതാണ് എന്ന ബോധത്തിലൂടെ ഐ എം ദാറ്റ് സഹ അഹം സോഹം ഇതി സദ്വൃത്യ അനാത്മന്യാത്മമതിം ജഹി. ആത്മാവല്ലാത്ത വിഷയങ്ങളിൽ ഞാൻ ഈ ശരീരമാണ് എന്ന ഭാവത്തിൽ നമ്മൾ കരുതുന്നതിനെയാണ് അനാത്മന്യാത്മമതിം എന്ന് പറയുന്നത്. ഈ ശരീരം ആത്മചൈതന്യമല്ല. പക്ഷേ നമ്മൾ എന്താ കരുതുന്നത്? ഈ ശരീരം ഞാനാകുന്നു എന്ന ഭാവത്തിലല്ലേ നമ്മൾ ഓരോരുത്തരും കരുതുന്നത്. അതാണ് അനാത്മന്യാത്മമതിം. ആത്മാവല്ലാത്ത വിഷയങ്ങളെ ഞാൻ ഭാവത്തിൽ നാം കൽപ്പന ചെയ്യുന്നു. ഞാനെന്ന് പറയുന്നത് തന്നിലെ താൻ. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും മാർഗമെന്താണ്? ആ തരത്തിലുള്ള ചിന്തകളെ ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും ഈ ജന്മം തന്നെ നിങ്ങൾക്ക് മുക്തരാകാൻ സാധിക്കും. ഇനി ജന്മമില്ലാത്ത നില നിങ്ങൾക്ക് കൈവരും. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ